മക്കളെ, നാളത്തെ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു MS സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്? നിങ്ങൾ ആദ്യമായിട്ടാണ് MS സൊല്യൂഷൻസിന്റെ ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം, ഹിസ്റ്ററിയിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ക്വസ്റ്റ്യൻസ്. രണ്ടാം ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കൂടിയാണ്. ബുദ്ധിസവും ജൈനിസവും കമ്പയർ ചെയ്യാനുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2026 ഓണം എക്സാമിൽ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ് എന്ത് മക്കളെ? ബുദ്ധിസവും ജൈനിസവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. അതോടൊപ്പം തന്നെ രണ്ടാമത് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മളോട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ഏത് മക്കളെ? മഗധ. അപ്പം 16 മഹാജനപദങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരുന്നു മഗധ. അപ്പൊ എന്തുകൊണ്ടും മഗധ. അപ്പൊ 2026 ഓണപരീക്ഷക്ക് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് ഏത് മക്കളെ? ഏത്? യെസ്, മഗധ എന്ന് പറഞ്ഞാൽ. അപ്പൊ മഗധയെ കുറിച്ച് എന്റെ മക്കള് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് സ്തൂപങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യം. സ്തൂപങ്ങളെ കുറിച്ച് ചോദിക്കുക. അപ്പോൾ സ്തൂപങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്റെ മക്കൾ പഠിച്ചു പോവുക. അപ്പൊ 2026 ഓണപരീക്ഷക്ക് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഏത് മക്കളെ? സ്തൂപങ്ങളെ കുറിച്ച്. അപ്പൊ സ്തൂപങ്ങളെ കുറിച്ച് എന്റെ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജോഗ്രഫിയിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ? നിങ്ങൾ സെറ്റ് അല്ലേ? യെസ്. ദ നാച്ചുറൽ വെജിറ്റേഷൻ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് ചോദിച്ചേക്കാം. അപ്പോ 2026 ഓണപരീക്ഷക്ക് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ജോഗ്രഫിയിലെ എസ്സേ ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഇത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്നാണ് 2026 ഓണപരീക്ഷക്ക് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ജോഗ്രഫിയുടെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് എന്താണ്? റീജിയണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിമാലയ. ഹിമാലയങ്ങളുടെ പ്രാദേശിക വർഗീകരണം. എന്റെ മക്കളെ, ഹിമാലയത്തെ നമ്മൾ 3ആയി വർഗീകരിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ 3 വർഗീകരണം എന്റെ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻ ആണ് 2026 ഓണപരീക്ഷക്ക് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം ഇൻ ദ ഹിമാലയ. ഹിമാലയൻ മേഖലകളിലെ ടൂറിസത്തിന്റെ ഡെവലപ്മെന്റ് അല്ലേ? അപ്പൊ ഹിമാലയൻ മേഖലകളിൽ ടൂറിസം വികസിച്ചതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹിമാലയൻ മേഖലയിലെ ടൂറിസത്തിന്റെ വളർച്ചയെ കുറിച്ച് എസ്സേ നമ്മളോട് ചോദിച്ചേക്കാം. അപ്പോൾ എസ്സേ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും സന്ധിക്കും വരെ ബൈ.